Okay, now I'm starting the second semester in the Operation Theories and Anesthesia Technology. Okay, OT Equipment and Management Unit 1 ആണ് നമ്മൾ 9 MCQസും 10 essay questions ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനോ സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ പൾസ് ഓക്സിമീറ്റർ റീഡിംഗ് ഡ്രോപ്സ് അതിൻ്റെ പെട്ടെന്ന് പൾസ് ഓക്സിമീറ്റർ റീഡിംഗ് കുറയുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് നമ്മൾ നോക്കേണ്ടത് പൾസ് ഓക്സിമീറ്റർ പ്രോബ് കറക്റ്റായിട്ട് കയ്യിൽ വിരലിൽ വെച്ചിട്ടുണ്ടെന്നാണ് നോക്കേണ്ടത്. ആ പ്രോബ് അതിൻ്റെ പൊസിഷൻ മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് റീഡിംഗ് കുറയാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ആൻസർ ബി ആണ്. Which condition causes falsely high SpO2? SpO2 നമ്മൾ പേഷ്യൻറ്റിന് ഓക്സിജൻ ലെവൽ കുറവാണെങ്കിലും SpO2 ഭയങ്കര ഹൈ ലെവലിൽ കാണിക്കണമെങ്കിൽ അതിൻ്റെ റീസൺ എന്താണ്? അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ചിലപ്പം പേഷ്യൻറ്റിന് കാർബൺ മോണോക്സൈഡ് പോയിസണിങ് ഉണ്ടെങ്കിൽ ഈ കാർബൺ മോണോക്സൈഡ് ഹീമോഗ്ലോബിനായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവും. അപ്പോൾ കാർബോക്സി ഹീമോഗ്ലോബിനും ഓക്സി ഹീമോഗ്ലോബിൻ തമ്മിൽ SpO2 തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ ഓക്സിജൻ ആയാലും കാർബൺ മോണോക്സൈഡും SpO2 അത് ഓക്സിജനായിട്ട് തന്നെ കാണിക്കും. അപ്പോൾ നമ്മൾ പേഷ്യൻറ്റിന് പോയിസണിങ് ഉണ്ടെങ്കിൽ കാർബൺ മോണോക്സൈഡ് പേഷ്യൻറ്റ് ബ്രീത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ പേഷ്യൻ്റെ ബ്ലഡിൽ ഓക്സിജൻ ലെവൽ ഹൈ ആയിട്ടാണ് SpO2 കാണിക്കുന്നത്. അപ്പോൾ കാർബൺ മോണോക്സൈഡ് പോയിസണിങ് ഉള്ള പേഷ്യൻസിന് നമ്മൾ SpO2 നോക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട്, റീഡിങ് തെറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആൻസർ ബി ആണ്. കോൾഡ് എക്സ്ട്രീമിറ്റീസ് എഫക്ട് കൈയും കാലും തണുത്തിരിക്കുകയാണെങ്കിൽ, കൈയും കാലും രക്തോട്ടം കുറവാണെങ്കിൽ പൾസ് ഓക്സിമീറ്ററിൽ ഓക്സിജൻ ലെവൽ കുറവ് കാണിക്കും. ദാറ്റ് മീൻസ് ആൻസർ ബി ആണ്. പുവർ പെർഫ്യൂഷൻ, രക്തോട്ടം കുറവാണ്, രക്തോട്ടം കുറവാകുമ്പോൾ പൾസ് ഓക്സിമീറ്ററിൽ റീഡിങ് കുറച്ച് കാണിക്കും. അപ്പോൾ കൈയും കാലും തണുത്തിരിക്കുന്നതാണ് കോൾഡ് എക്സ്ട്രീമിറ്റീസ് എന്ന് പറയുന്നത്. പൾസ് ഓക്സിമീറ്റർ യൂസസ് വിച്ച് പ്രിൻസിപ്പിൾ? പൾസ് ഓക്സിമീറ്റർ എന്ത് പ്രിൻസിപ്പിളാണ് വർക്ക് ചെയ്യുന്നത്? ആൻസർ ബിയർ ലാംബർട്ട് ലോ ആണ്. ബിയർ ലാംബർട്ട് ലോ എന്ന് വെച്ചാൽ ലൈറ്റിൻ്റെ അബ്സോർപ്ഷൻ ഡിഫറെൻ്റ് ആണ്. ഓക്സിജൻ ഉള്ളതും ഓക്സിജൻ ഇല്ലാത്തതും ഹീമോഗ്ലോബിൻ്റെ ലൈറ്റിൻ്റെ അബ്സോർപ്ഷൻ വ്യത്യാസമുണ്ട്. അത് ഓക്സിജൻ ലെവൽ അങ്ങനെ കാണിക്കാൻ പറ്റും. അപ്പോൾ ആൻസർ ബിയർ ലാംബർട്ട് ലോ ആണ്. നോർമൽ SpO2 അഡൽറ്റ് 95 to 100% ആണ്. മോഷൻ ആർട്ട് വരുന്നത് ആ പേഷ്യൻ്റ് കൈയും കാലും അനക്കുകയാണെങ്കിൽ എന്ത് കിട്ടും? പേഷ്യൻ്റ് കൈയും കാലും അനങ്ങി കഴിഞ്ഞാൽ റീഡിങ്ങിൽ വ്യത്യാസം വരാം. ആൻസർ ബി ആണ്, ഫ്ലക്ച്വേറ്റിംഗ് SpO2. ബെസ്റ്റ് സൈറ്റ് ഇൻ ഷോക്ക് പേഷ്യൻ്റ്? ഷോക്ക് പേഷ്യൻ്റ് ബ്ലഡ് ഒട്ടും സർക്കുലേറ്റ് ചെയ്യുന്നില്ല, BP വളരെ കുറവാണ്, രക്തഓട്ടം വളരെ കുറവാണെങ്കിൽ അങ്ങനത്തെ പേഷ്യൻ്റാണ് ഷോക്ക് പേഷ്യൻ്റ് എന്ന് പറയുന്നത്. അങ്ങനെ പേഷ്യൻ്റിന് നമ്മൾ കയ്യിലോ കാലിലോ SpO2 വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഓക്സിജൻ ലെവൽ അറിയാൻ പറ്റില്ല, കാരണം ബ്ലഡ് ഓട്ടം കുറവാണ്. അപ്പം ആ കേസിൽ ചെവിയിൽ വെക്കുന്നതാണ് നല്ലത്. ചെവിയിലാകുമ്പോൾ സെൻട്രൽ സർക്കുലേഷൻ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇയർ ലോബാണ് എൻ്റെ ആൻസർ. പൾസ് ഓക്സിമീറ്റർ കനോട്ട് ഡിറ്റക്ട്? പൾസ് ഓക്സിമീറ്റർ നമ്മൾ എന്താ ഓക്സിജനാണ് നോക്കുന്നത്. ഓക്സിജൻ നോക്കാം, പൾസ് റേറ്റ് നോക്കാം, ബ്ലഡ് ഫ്ലോ നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ ഹീമോഗ്ലോബിൻ്റെ ലെവൽ നമുക്ക് അറിയണമെങ്കിൽ ലാബിൽ ബ്ലഡ് എടുത്ത് ടെസ്റ്റ് ചെയ്താലേ അറിയാൻ പറ്റും. അപ്പോൾ ആൻസർ സി ആണ്. നോക്കാം, പൾസ് ഓക്സിജൻ നോക്കാൻ പറ്റില്ല. നെയിൽ പോളിഷ് ഇട്ട് കഴിഞ്ഞാൽ പൾസ് റീഡിങ് വ്യത്യാസം വരുമെന്നാണ് ചോദിക്കുന്നത്. ആൻസർ റീഡിങ് വ്യത്യാസം വരും, കാരണം നെയിൽ പോളിഷ് ലൈറ്റിനെ ബ്ലോക്ക് ചെയ്യും, മെഷീനിലെ റീഡിങ് വ്യത്യാസം വരാം. പ്രോബ് ബി ചേഞ്ച്? പൾസ് ഓക്സിമീറ്റർ നമ്മൾ വിരൽ ഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ പൊസിഷൻ മാറ്റി വേറെ സ്ഥലത്ത് വെക്കണം. എപ്പോഴാണ് പേഷ്യൻ്റ് സ്കിന്നിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ പൾസ് ഓക്സിമീറ്റർ നമുക്ക് പ്രോബ് വേറെ സ്ഥലത്ത് മാറ്റി വയ്ക്കേണ്ടി വരും. ആൻസർ ബി ആണ്. ഐഡിയൽ പാർട്ടിക്കൽ സൈസ് ഫോർ നെബുലൈസ്? നമ്മൾ പേഷ്യൻ്റ് നെബുലൈസ് ചെയ്യുമ്പോൾ ആവി പിടിക്കുന്ന മെഷീൻ വെച്ച് മെഷീൻ മരുന്ന് കൊടുക്കുമ്പോൾ നമ്മൾ അതിനകത്ത് വരുന്ന ആവിയുടെ സൈസ് എത്രയാണ്? അതിൻ്റെ സൈസ് 1 to 5 millimicrons ആണ്. അപ്പോൾ അത്ര ചെറുതാണ്, കാരണം എങ്കിൽ ലങ്സിനകത്തേക്ക് എത്തുള്ളത്. ആൻസർ ബി ആണ്, 1 to 5 millimicrons. നെബുലൈസർ ഡസ് നോട്ട് പ്രൊഡ്യൂസിങ് മിസ്റ്റ് കോസ്? ഇപ്പം നമ്മൾ മെഷീൻ ഓൺ ചെയ്യുമ്പോൾ മെഷീനിൽ നിന്ന് ആവി വരുന്നില്ലെങ്കിൽ അതിൻ്റെ റീസൺ എന്തായിരിക്കും? അതിൻ്റെ കംപ്രസർ കംപ്ലൈൻ്റ് ആയി കാണും, അതുകൊണ്ടാണ് പ്രഷർ വരാത്തത്. ആൻസർ ബി ആണ്. പേഷ്യൻ്റ് കഫിങ് ഡ്യൂറിങ് നെബുലൈസേഷൻ? പേഷ്യൻ്റ് ആവി കൊടുക്കുമ്പോൾ പേഷ്യൻ്റ് ഒരുപാട് ചുമക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഉടനെ നെബുലൈസറിൻ്റെ ഫ്ലോ കുറയ്ക്കണം, കാരണം ഒരുപാട് ആവി അകത്ത് പോയി കഴിഞ്ഞാൽ പേഷ്യൻ്റ് ചുമ വരാം. ആൻസർ ബി ആണ്. കോമൺ നെബുലൈസർ ഡ്രഗ്? കോമൺ നെബുലൈസർ ഡ്രഗ് ഇതിനകത്ത് ആൻസർ സാൽബുറ്റമോൾ ആണ്. അത് ബ്രോങ്കോ ഡയലേറ്റർ ആണ്.
വരെ പോകാനുള്ള ട്യൂബ്സൊക്കെ അതിന് ഡയലേറ്റ് ചെയ്യുന്ന മരുന്നാണ്. അപ്പം ആൻസർ ബി ആണ് സാൽബിറ്റമോൾ. ജെറ്റ് ലെബുലൈസർ യൂസസ്. ജെറ്റ് ലെബുലൈസർ എന്താണ് യൂസ് ചെയ്യുന്നത്? കംപ്രസ്ഡ് എയർ ആണ് യൂസ് ചെയ്യുന്നത്. എയർ ഫോഴ്സിൽ പോകുമ്പോൾ അതിൽ ലിക്വിഡ് ഇങ്ങനെ ആവിയായിട്ട് കൺവേർട്ട് ആവുന്നതിന് ജെറ്റ് നെബുലൈസർ. ആൻസർ ബി ആണ്. അൾട്രാസോണിക് നെബുലൈസർ എന്താണ്? അൾട്രാസോണിക് നെബുലൈസർ ജെറ്റിന് പകരം അൾട്രാസൗണ്ട് യൂസ് ചെയ്യാൻ. അപ്പം പെട്ടെന്ന് എയറോസോൾ ഉണ്ടാക്കാൻ പറ്റും, പെട്ടെന്ന് ആവിയിലേക്ക് കൺവേർട്ട് ആകാൻ പറ്റും. ആൻസർ ബി ആണ്, ഫാസ്റ്റർ എയറോസോൾ ജനറേഷൻ. നെബുലൈസേഷൻ കോൺട്രാ ഇൻഡിക്കേറ്റഡ്. ഈ ആവി പിടിക്കുന്നത് അല്ലെങ്കിൽ നെബുലൈസ് ചെയ്യുന്നത് ഏത് കണ്ടീഷനിലാണ് ചെയ്യാൻ പാടില്ലാത്തത്? ആൻസർ ന്യൂമോതൊറക്സ് ആണ്. ന്യൂമോതൊറക്സ് മീൻസ് ചെസ്റ്റിനകത്ത് എയർ കയറിയിരിക്കുകയാണ്. ചെസ്റ്റ് ബോളിനകത്ത് ഇഞ്ചുറി വന്നിട്ട് ചെസ്റ്റിനകത്ത് എയർ കയറി കഴിഞ്ഞാൽ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് വരും. അതിനാണ് ന്യൂമോതൊറക്സ് എന്ന് പറയുന്നത്. ആ സമയത്ത് പേഷ്യൻ്റ് കൂടുതൽ ശ്വാസം എടുത്താൽ കൂടുതൽ എയർ ചെസ്റ്റിനകത്ത് കയറും. അപ്പോൾ ലങ്സ് ചിലപ്പം കൊലാപ്സ് ആയി പോകും. അപ്പോൾ അത് റിസ്ക് ആണ്. അപ്പോൾ ആൻസർ ബി ആണ്, ന്യൂമോതൊറക്സ്. ക്ലീനിങ് പ്രിവെൻസ്. ക്ലീനിങ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഇൻഫെക്ഷൻ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. നെബുലൈസേഷൻ ഡ്യൂറേഷൻ. എത്ര നേരമാണ് പേഷ്യൻ്റ് ആവി പിടിക്കാൻ മെഷീനിൽ വെച്ച് ആവി പിടിക്കാൻ കൊടുക്കുന്നത്? സാധാരണ 5 തൊട്ട് 10 മിനിറ്റ് വരെയാണ് കൊടുക്കുന്നത്. അതാണ് സ്റ്റാൻഡേർഡ് ഡ്യൂറേഷൻ. നെബുലൈസേഷൻ ചെയ്യുമ്പോൾ ഏത് പൊസിഷനിലാണ് പേഷ്യൻ്റ് ഇരുത്തേണ്ടത്? പേഷ്യൻ്റ് സിറ്റിംഗ് പൊസിഷനിലാണ് ഇരുത്തേണ്ടത്. അപ്പോഴാണ് കറക്റ്റായിട്ട് പേഷ്യൻ്റ് ആവി പിടിക്കാൻ പറ്റുള്ളൂ. ലങ്സ് നന്നായിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ആൻസർ ബി ആണ്. നോർമൽ ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ്. നോർമൽ ഗ്ലൂക്കോസ് ലെവൽ എത്രയാണ്? ഫാസ്റ്റിംഗിൽ മീൻസ് വെറും വയറ്റിൽ എത്രയാണ്? 70 to 100 ആണ്. മാക്സിമം 110 വരെ പോവാം. ഓക്കെ, ആൻസർ ബി ആണ്. ഹൈപ്പോഗ്ലൈസീമിയ ലെവൽ ഏത് ലെവൽ താഴെയുമ്പോഴാണ് ഷുഗർ കുറഞ്ഞെന്ന് പറയുന്നത്? ആൻസർ ലെസ് ദാൻ 70s. 70 താഴെ പോയാൽ ഹൈപ്പോഗ്ലൈസീമിയ ആണ്. ഗ്ലൂക്കോമീറ്റർ യൂസസ്. ഗ്ലൂക്കോമീറ്റർ നമ്മൾ ഷുഗർ നോക്കുന്ന മെഷീനിൽ എന്ത് എൻസൈമാണ് യൂസ് ചെയ്യുന്നത്? ആൻസർ ബി ആണ്, ഗ്ലൂക്കോസ് ഓക്സിഡേസ്. അപ്പം അത് ഗ്ലൂക്കോമീറ്റർ സ്ട്രിപ്പ് നമ്മൾ ബ്ലഡ് ടച്ച് ചെയ്യുമ്പോൾ അത് റിയാക്ട് ചെയ്യും. അപ്പോഴാണ് മെഷീൻ അത് ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പോൾ ആൻസർ ബി ആണ്. ഫിംഗർ ഷുഡ് ബി ക്ലീൻ വിത്ത്. പേഷ്യൻ്റ് വിരൽ നമ്മൾ ബ്ലഡ് എടുക്കുന്നതിന് മുമ്പ് എന്ത് വെച്ച് ക്ലീൻ ചെയ്യണം? ആൻസർ ബി ആണ്, സ്പിരിറ്റ് ആണ്. സ്പിരിറ്റ് വെച്ച് ക്ലീൻ ചെയ്തിട്ട് ആണ് ബ്ലഡ് എടുക്കേണ്ടത്. എക്സ്പയർഡ് സ്ട്രിപ്പ്. ഡേറ്റ് കഴിഞ്ഞ സ്ട്രിപ്പ് വെച്ച് ബ്ലഡ് എടുക്കുന്ന ടെസ്റ്റ് ചെയ്ത് പറ്റും റീഡിങ് തെറ്റാൻ സാധ്യതയുണ്ട്. കാരണം അതിനകത്തുള്ള കെമിക്കൽസിലൊക്കെ മാറ്റം വരും. ആൻസർ ബി ആണ്. കൺട്രോൾ സൊല്യൂഷൻ യൂസ്ഡ് ഫോർ. നമ്മൾ കൺട്രോൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മളുടെ മെഷീൻ കറക്റ്റ് ആണെന്ന് നോക്കാൻ വേണ്ടിയാണ്. അപ്പോൾ മെഷീനിൽ നമ്മൾ പേഷ്യൻസിന് ബ്ലഡ് എടുക്കുന്നതിന് കൺട്രോൾ വെച്ച് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മുടെ മെഷീൻ കാലിബ്രേറ്റഡ് ആണോ അല്ലെങ്കിൽ മെഷീൻ വർക്കിംഗ് കണ്ടീഷൻ ആണോ ഓക്കെ ആണോ എന്ന് അറിയാൻ പറ്റും. അപ്പോൾ അക്യൂറസി ചെക്ക് ചെയ്യാനാണ് കൺട്രോൾ സൊല്യൂഷൻ യൂസ് ചെയ്യുന്നത്. ആൻസർ ബി ആണ്. കാപ്പിലറി ബ്ലഡ് സോഴ്സ്. നമ്മൾ ചെറിയ കാപ്പിലറിയിൽ നിന്ന് ബ്ലഡ് എടുക്കുന്നത് ഇവിടെ നിന്നാണ്? സാധാരണ നമ്മൾ വിരലിൻ്റെ അറ്റത്താണ് കാപ്പിലറി സോഴ്സുള്ളത്. അപ്പം ആൻസർ ബി ആണ്, ഫിംഗർ പ്രിക്ക്. ഹൈ റീഡിങ് ആഫ്റ്റർ ആൽക്കഹോൾ യൂസ്. നമ്മൾ ഒരുപാട് സ്പീഡ് തേച്ചിട്ട് ബ്ലഡ് കുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ആൽക്കഹോളിൻ്റെ അളവോടെ ഉണ്ടാവും. അപ്പോൾ ആൽക്കഹോളോടെ ഉണ്ടെങ്കിൽ റിസൾട്ട് വ്യത്യാസം വരാം. അപ്പോൾ നമ്മൾ സ്കിൻ ക്ലീൻ ചെയ്യുമ്പോൾ ആൽക്കഹോൾ യൂസ് ചെയ്യാം. പക്ഷേ ആൽക്കഹോൾ യൂസ് ചെയ്ത് ഡ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബ്ലഡ് എടുക്കാൻ, അല്ലെങ്കിൽ ആൽക്കഹോൾ കൊണ്ട് റിസൾട്ട് വ്യത്യാസം വരാം. ലാൻസെറ്റ് ഇസ് യൂസ് ഫോർ. ലാൻസെറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ബ്ലഡ് വിരൽ കുത്തി ബ്ലഡ് എടുക്കാൻ വേണ്ടിയാണ് ലാൻസെറ്റ് യൂസ് ചെയ്യുന്നത്. ആൻസർ ബി ആണ്, ബ്ലഡ് സാമ്പിളിംഗ്. പോസ്റ്റ് പാൻഡിൽ ഗ്ലൂക്കോസ് മീൻസ് ആഹാരം കഴിച്ചിട്ടുള്ള ഗ്ലൂക്കോസിൻ്റെ ലെവൽ എത്രയാണ്? അത് 180 താഴെ പോകാറില്ല നോർമൽ പേഷ്യൻസിന്. ആൻസർ ബി ആണ്. ECG പി വേവ്. ECGയിലെ പി വേവ് മീൻസ് എന്താണ് കാണിക്കുന്നത്? ECG പി വെച്ചാൽ ആട്രിയം ഇതിലുള്ള ഡീപോളറൈസേഷൻ ആണ് ECGയിലെ പി വേവ്. അപ്പോൾ ആൻസർ ബി ആണ്, ഏട്രിയൽ ഡീപോളറൈസേഷൻ. QRS വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ. അപ്പോൾ PQRS പി ആട്രിയൽ ഡീപോളറൈസേഷൻ, ബി QRS വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ. ആൻസർ ബി ആണ്. TVA ഇൻഡിക്കേഷൻ. TVA എന്ന് വെച്ചാൽ വെൻട്രിക്കുലർ റീപോളറൈസേഷൻ ആണ്. ആൻസർ ബി ആണ്. ST എലിവേഷൻ. QRS കോംപ്ലക്സ് ST എലിവേറ്റ് ആയില്ല. ST മേലോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഹാർട്ട് അറ്റാക്ക് എന്നുള്ളതാണ്. മയക്ക ഇൻഫാക്ഷൻ ആണ്, MI എന്ന് പറയും. അപ്പോൾ അറ്റാക്കിൻ്റെ സിഗ്നലാണത്. ആൻസർ ബി ആണ്. ടോൾ പീക്ക് TVAയുടെ ഹൈറ്റ് കൂടുതലാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? പൊട്ടാഷ്യം ലെവൽ കൂടുതലാണെന്നാണ്. എൻ്റെ ആൻസർ ബി ആണ്, ഹൈപ്പർകലീമിയ.
ECG പേപ്പർ സ്പീഡ്, ECGയുടെ സ്പീഡ് എത്രയാണ് പേപ്പറിൻ്റെ? 25 mm/s ആണ് ECGയുടെ സ്പീഡ്, അതാണ് സ്റ്റാൻഡേർഡ് സ്പീഡ്. കാലിബ്രേഷൻ ചെയ്യുമ്പോൾ ECG എടുക്കുന്ന മെഷീൻ നമ്മൾ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ചെക്ക് ചെയ്യണം മെഷീൻ്റെ വോൾട്ടേജ് സെറ്റിങ്സ് എല്ലാം കറക്റ്റ് ആണെന്ന്. അതിനാണ് കാലിബ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കാലിബ്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ 1 mV എന്ന് വെച്ചാൽ 10 mm. അപ്പോൾ ECG പേപ്പറിൽ 10 ചെറിയ സ്ക്വയറാണ് 1 mV എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് സ്റ്റാൻഡർഡൈസേഷൻ അല്ലെങ്കിൽ കാലിബ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ എ ആണ്. ലീഡ് 1, ECGയുടെ ലീഡ് 1 എവിടെയാണ്, ഏത് തമ്മിലാണ് കണക്ട് ചെയ്യുന്നത്? അപ്പം വലത് കൈയും തമ്മിലാണ്, റൈറ്റ് ആമും ലെഫ്റ്റ് ആമും തമ്മിലാണ് അത് കണക്ട് ഉള്ളത്. അപ്പോൾ ആൻസർ എ ആണ്. ആദ്യ ടു എൽ എ ആണ്, റൈറ്റ് ആമും ലെഫ്റ്റ് ആമുമാണ്. ലീഡ് 2 ഏത് തമ്മിലാണ് കണക്ട് ചെയ്യുന്നത്? റൈറ്റ് ആമും ലെഫ്റ്റ് ലെഗുമായിട്ട് തമ്മിൽ കണക്ട് ചെയ്യുന്നു. വലത് കൈയും ഇടത് കാലും തമ്മിലാണ് കണക്ട് ആവുന്നത്. അപ്പോൾ റൈറ്റ് ആം ടു ലെഫ്റ്റ് ലെഗ്, ബി ആണ്. ലീഡ് 3 ഏതാണ് കറക്റ്റ് ചെയ്യുന്നത്? ലെഫ്റ്റ് ആം ടു ലെഫ്റ്റ് ലെഗ് ആണ്, ഇടത് കൈ ഇടത് കാലുമാണ്. ആൻസർ സി ആണ്. V1 പൊസിഷൻ, V1 എന്ന് പറയുമ്പോൾ ചെസ്റ്റിലെ ലീഡാണ്. അതിൽ ചെസ്റ്റ് ലീഡ്സ് നമ്മൾ വയ്ക്കുന്നത് അതിൻ്റെ പൊസിഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ V1 പൊസിഷൻ ചെസ്റ്റിൻ്റെ റൈറ്റ് സൈഡിലാണ് വയ്ക്കുന്നത്, 4ാമത്തെ സ്പേസിൽ ആണ് വയ്ക്കുന്നത്. അപ്പോൾ 4th ഇന്റർകോസ്റ്റൽ സ്പേസ് റൈറ്റ് സൈഡാണ്. V4 എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലെ ചെസ്റ്റിന് ലെഫ്റ്റ് സൈഡാണ്, അതിൻ്റെ സെൻറ്ററിലാണ് വയ്ക്കുന്നത്. അതിന് പറയുന്നത് മിഡ് ക്ലാവിക്കുലർ ലൈൻ എന്ന് പറയും. മിഡ് ക്ലാവിക്കുലർ ഇന്റർകോസ്റ്റൽ സ്പേസ്, അതാണ്. ഈ ഡയഗ്രാം കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും V1 എന്ന് പറയുന്നത് നമ്മൾ റൈറ്റ് സൈഡിലാണ്, നടുക്കുള്ള ബോണാണ് സ്റ്റെർണം. സെക്കൻഡ് സ്പേസ് മേളിൽ, അതിൻ്റെ നേരെ താഴെ, പിന്നെ അതിൻ്റെ താഴെ 4th. അപ്പോൾ 4th റൈറ്റ് സൈഡിൽ V1, 4th ലെഫ്റ്റ് സൈഡിൽ V2 ആണ്. പിന്നെ V2 ജസ്റ്റ് താഴെയാണ് V3 എന്ന് വരുന്നത്. V4 എന്ന് പറയുന്നത് ക്ലാവിക്കിളിൽ നിന്ന് വരുന്ന സെൻട്രൽ ലൈനാണ്, ക്ലാവിക്കൽ ലൈനാണ്, ബ്ലൂ കളർ ലൈനാണ് ക്ലാവിക്കൽ ലൈൻ, അവിടെയാണ് V4 വരുന്നത്. V5 അതിൻ്റെ അപ്പുറത്ത് നമ്മൾ ആക്സിലറി വരും. അപ്പം ഇതാണ് ചെസ്റ്റ് ലീഡിൻ്റെ പൊസിഷൻ. ഓക്കെ. ബേസ് ലൈൻ വോണ്ടറിങ് പ്രോസസ്. ബേസ് ലൈൻ വോണ്ടറിങ് വെച്ചാൽ ECGയിൽ താഴെ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന ഒരു വരയുണ്ട്, അതിൽ വ്യത്യാസം വരെയാണെങ്കിൽ എൻ്റെ അർത്ഥം മിക്കവാറും പേഷ്യൻറ്റ് കൈയും കാലും അനക്കുമ്പോഴാണ് ലൈനിൽ വ്യത്യാസം വരുന്നത്. അപ്പോൾ ECGയിൽ താഴത്തെ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന ലൈനിനെയാണ് ബേസ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ പി ആണ്. AC ഇൻ്റർഫിയറൻസ്, കറണ്ടിൻ്റെ ഇൻ്റർഫിയറൻസ് വരുമ്പോൾ അതിനകത്ത് ECGക്കകത്ത് വ്യത്യാസങ്ങൾ വരാം. അപ്പോൾ ആൻസർ ബി ആണ്, മാറ്റങ്ങൾ വരാം, അപ്പോൾ ഓസിലേഷൻസ് വരാം, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ നോയ്സ് എന്ന് പറയും. അപ്പോൾ ആൻസർ ബി ആണ്. പി വേവ് ആബ്സെൻ്റ് ആണെങ്കിൽ എൻ്റെ അർത്ഥം എന്താണ്? പി വേവ് ഇല്ലെങ്കിൽ മിക്കവാറും ഏട്രിയൽ ഫിബ്രിലേഷൻ അല്ലെങ്കിൽ ഒരു ഋതം, ഏട്രിയത്തിൻ്റെ ഋതത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട്, അതാണ് പി വേവ് ആബ്സെൻ്റ് ആവുന്നത്. ആൻസർ പി ആണ്. പ്രൊലോങ്ഡ് QT റിസ്ക്. QT റിസ്ക് പ്രൊലോങ്ഡ് ആവുന്നതിൻ്റെ റീസൺ എന്താണ്? അതിലെന്താ റിസ്ക് എന്നാണ് ചോദിക്കുന്നത്. ആൻസർ ബി, അരിത്മിയ. അപ്പോൾ ഋതം ശരിയല്ല, അതുകൊണ്ട് ആൻസർ ബി ആണ്, അരിത്മിയ. ഇലക്ട്രോഡ് ജെല്ല്, നമ്മൾ ECG എടുക്കുമ്പോൾ ജെല്ല് എന്തിനാണ് അപ്ലൈ ചെയ്യുന്നത്? സ്കിന്നിൻ്റെ പുറത്ത് ഡയറക്റ്റായിട്ട് വെച്ച് ചിലപ്പോൾ കറണ്ട് നമുക്ക് കറക്റ്റ് കിട്ടത്തില്ല. അപ്പോൾ കറണ്ട് കറക്റ്റായിട്ട് കണ്ടക്ട് ചെയ്യണമെങ്കിൽ ജെല്ല് അപ്ലൈ ചെയ്തിട്ട് വേണം ECGയുടെ ലീഡ് വെക്കാനായിട്ട്. അപ്പോൾ ആൻസർ ബി ആണ്, കണ്ടക്ടിവിറ്റി. ലൂസ് ഇലക്ട്രോഡ്, നമ്മൾ വെക്കുന്ന ലീഡ് ലൂസായി പോയിട്ട് എന്ത് പറ്റും? നമുക്ക് റീഡിങ് കറക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ വേറെ ECGയിൽ മാറ്റങ്ങളൊക്കെ കാണിക്കും, അത് ആർട്ടിഫിഷ്യലായിട്ടുള്ള ചില ചേഞ്ചസ് കാണിക്കാനാണ് ആർട്ടിഫാക്റ്റ് എന്ന് പറയുന്നത്. അത് കറക്റ്റ് ECG ആയിരിക്കത്തില്ല. അപ്പോൾ ആൻസർ ബി ആണ്. ECG എന്താണ് റെക്കോർഡ് ചെയ്യുന്നത്? ECG ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയാണ് റെക്കോർഡ് ചെയ്യുന്നത്, ഹാർട്ടിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ആൻസർ ബി ആണ്. ഇൻഫീരിയർ വോൾ, ഹാർട്ടിന് ഒരുപാട് സർഫസ് ഉണ്ട്, ഹാർട്ടിന് പല വശങ്ങളുണ്ട്. അപ്പോൾ ഹാർട്ടിൻ്റെ അടിഭാഗത്തുള്ള എന്തെങ്കിലും മാറ്റങ്ങൾ കാണണമെങ്കിൽ നമ്മൾ ലീഡ് 2 ആണ് നോക്കേണ്ടത്. ECGയിൽ 12 ലീഡ്സ് ഉണ്ട്. അപ്പം അതിൽ ലീഡ് 2 കണ്ടാൽ ലീഡ് 2ൻ്റെ റീഡിങ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക്
ഹാർട്ടിൻ്റെ അടിയിലുള്ള ഭാഗത്തുള്ള ചേഞ്ചസ് കാണാൻ പറ്റും. ആൻസർ ബി ആണ്, ലീഡ് ടു. ഇനി എസ് എ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കുക. നോക്കിയിട്ട് നിങ്ങൾ സ്റ്റഡി മെറ്റീരിയലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എടുത്തിട്ട് അതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ എഴുതിയെടുത്തിട്ട് അത് റിവൈസ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും ഇതിൽ നിന്നൊക്കെ തന്നെ ആയിരിക്കും എക്സാമിൽ ചോദിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് വിളിക്കാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം ഞാനിതെല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ ചാനലിൽ നിന്ന് എടുത്തിട്ട് റിവൈസ് ചെയ്ത് പഠിച്ചാൽ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. സ്റ്റോപ്പ് ചെയ്യാം.